ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, KSEBയിലെ മസ്ദൂർ എന്നൊരു തസ്തിക ഉണ്ടായിരുന്നു. നിലവിൽ കേരള PSCയും ഒപ്പം തന്നെ KSEBയും കേരള ഗവൺമെന്റും ഈ ഒരു തസ്തികയിൽ ഒരു മാറ്റം കൊണ്ടുവരികയാണ്. അതിലാദ്യമായിട്ടുള്ള മാറ്റം KSEBയിൽ നിന്നാണ് ഉണ്ടായത്. ഈ ഒരു മാറ്റം ഗവൺമെന്റ് അംഗീകരിച്ചു. ഇനി കേരള PSC കൂടി അംഗീകരിച്ചാൽ ഈ ഒരു മാറ്റം നിലവിൽ വരും. മാത്രവുമല്ല, അതിനോടൊപ്പം തന്നെ പുതിയ എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷനും ഉണ്ടാവും. അതായത് KSEB മസ്ദൂർ എന്ന് പറഞ്ഞാൽ നേരത്തെ 7ാം ക്ലാസ് മാത്രം യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുമായിരുന്ന ഒരു തസ്തികയായിരുന്നു. അതിന് മറ്റു മാനദണ്ഡങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ KSEB കാലാനുസൃതമായ ഒരു തസ്തികയ്ക്ക് മാറ്റം വരികയും ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ് പാസ്സായ ശേഷം നിങ്ങൾക്ക് ITA ഡിഗ്രി, നിങ്ങൾക്ക് ITA എന്ന് പറയുന്ന ഒരു കോഴ്സ് മിനിമം 2 വർഷമെങ്കിലും ഉള്ളത് നേടിയിരിക്കണം എന്നൊരു കണ്ടീഷൻ വെച്ചു. ഈ ഒരു കണ്ടീഷൻ KSEB അംഗീകരിക്കുകയും ശേഷം ഈ ഒരു മാനദണ്ഡം ഗവൺമെന്റിന് അയക്കുകയും ചെയ്തിരുന്നു. ഈ അടുത്തിടെ ഗവൺമെന്റ് അത് അപ്രൂവൽ ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് അപ്രൂവൽ ചെയ്ത് എന്നതിന്റെ അർത്ഥം ഇനി KSEBക്ക് പൂർണ്ണമായും ഈ ഒരു പോസ്റ്റുമായി മുമ്പോട്ട് പോകാമെന്നാണ്. മാത്രമല്ല, നിലവിലെ PSCയുടെ ഒരു സ്ട്രാറ്റജി അല്ലെ അവരുടെ രീതി എന്ന് പറയുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന രീതിയാണ്. ഇനിയും ഈ ഒരു തീരുമാനം, അതായത് നിലവിലെ വേക്കൻസികളുടെ എണ്ണം കണക്ക് കൂട്ടി കേരള PSCയിലേക്ക് KSEB അപ്ഡേറ്റ് ചെയ്യുക എന്നൊരു പ്രൊസീജിയർ മാത്രമാണ്. ഈ ഒരു അപ്ഡേറ്റ് KSEBയിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത് നടക്കുന്ന കേരള PSC യോഗത്തിൽ ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യുകയും അത് ഉടൻ തന്നെ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും എന്നുള്ളതാണ് ഇനിയുള്ള പ്രധാനപ്പെട്ട കടമ്പ. നേരത്തെ ഈ ഒരു പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് 1 വർഷത്തിൽ കൂടുതൽ സമയം നമുക്ക് തയ്യാറെടുപ്പിനും ഒപ്പം തന്നെ അപേക്ഷിക്കാനും കിട്ടുമായിരുന്നു. എന്നാൽ നിലവിൽ ഗവൺമെന്റും ഒപ്പം തന്നെ KSEB കൊണ്ടുവന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൂടി നമ്മളിവിടെ മനസ്സിലാക്കണം. ആദ്യമായിട്ട് ഇവിടുത്തെ യോഗ്യത 10ാം ക്ലാസ് എന്ന് പറയുന്ന ഒരു ഹയർ യോഗ്യതയാക്കി മാറ്റുകയും ഒപ്പം ഇവിടെ ITA എന്ന് പറയുന്ന ഒരു മാനദണ്ഡം വരികയും പുരുഷന്മാർക്ക് മാത്രം കുത്തക ഉണ്ടായിരുന്ന ഒരു പോസ്റ്റിലേക്ക് എല്ലാവർക്കും അപേക്ഷിക്കാം എന്ന് പറയുന്ന രീതിയിലേക്കുള്ള മാറ്റവും വന്നിരിക്കുകയാണ്. അപ്പോൾ എക്സാമിനേഷന്റെ നിലവാരത്തിൽ തീർച്ചയായും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് നമ്മൾ കണക്കാക്കണം. പിന്നീട് ശാരീരിക ക്ഷമത എന്ന് പറയുന്ന ഒരു അടിസ്ഥാന മാനദണ്ഡം എന്നത് കുറച്ചും കൂടി അതിന്റെ വെയിറ്റേജ് കുറയ്ക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സാമിനേഷന് നമുക്ക് തയ്യാറെടുപ്പുകൾ ഉടനെ തന്നെ തുടങ്ങേണ്ടതാണ്. മാത്രവുമല്ല, പണ്ട് ഒരു എക്സാമിനേഷന് 1 വർഷത്തിൽ കൂടുതൽ സമയം കിട്ടുമെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ PSC ഒത്തിരി മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അത് ടെക്നിക്കൽ PSCയിലാണെങ്കിലും ജനറൽ PSCയിലാണെങ്കിലും നോട്ടിഫിക്കേഷൻ വന്ന് കേവലം ഒരു 4-5 മാസത്തിനുള്ളിൽ തന്നെ ഈ ഒരു എക്സാമിനേഷനിലേക്ക് എത്തുന്ന രീതിയിലാണ് കേരള PSC എക്സാമിനേഷനുകളെ മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എക്സാമിനേഷനായിട്ട് തയ്യാറെടുക്കുവാൻ കിട്ടുന്നത് ചുരുങ്ങിയ ദിവസങ്ങളായിരിക്കും. അതായത് നോട്ടിഫിക്കേഷൻ വന്ന ശേഷം പഠിക്കാമെന്ന് കരുതിയാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ ഒരു എക്സാമിനേഷന് തയ്യാറെടുക്കുവാനും ഒപ്പം തന്നെ നിങ്ങൾക്ക് ജോലിയിൽ കയറുവാനുമുള്ള സാധ്യത കുറവാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് പ്രൊമോഷൻ സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. KSEBയിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം സാലറിയും ഇവിടെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ തയ്യാറെടുപ്പുകളുമായി മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, ഈ ഒരു ജോലി ക്ലിയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിനായിട്ട് KSEB വർക്കർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള കോഴ്സുകൾ ഏണസ് അക്കാഡമി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോർ ഏരിയാസ് മുഴുവൻ പഠിച്ചു തീർക്കുവാനും സിസ്റ്റമാറ്റിക് ആയിട്ട് മുമ്പോട്ട് പോകാനും അങ്ങനെ ഒരു സർക്കാർ ജോലി എന്ന നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാനും കഴിയും. അപ്പോൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങി നിങ്ങളുടെ സർക്കാർ ജോലി ഉറപ്പാക്കുന്നതിനുമായി നിങ്ങൾക്ക് ഏണസ്റ്റ് അക്കാഡമിയുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും വിശദ വിവരങ്ങൾക്കുമായിട്ട് താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നൽകിയിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.